ഇന്ത്യൻ്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2-3 കാര്യം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ 45 ദിവസം ഉണ്ടല്ലോ, കുറെ കാര്യങ്ങൾ പറയാൻ സമയമുണ്ട്. പക്ഷെ ഇന്ന് ഈ ക്യാമ്പയിന്റെ കിക്ക് ഓഫിന്റെ ഭാഗമായി ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഫെബ്രുവരി 16-ാം തീയതി കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ ഇന്ത്യയിലെ ഒരു നല്ല ക്യാമ്പ്, ഒരു ഫുൾ ഡേ ക്യാമ്പ് കൊച്ചിയിൽ നടത്തി. ഇന്ത്യയിലെ എല്ലാ ഘടകകക്ഷി പാർട്ടികൾ അതിൽ പങ്കെടുത്തു. BJP 2020, BDJs എല്ലാ പാർട്ടീസ് അതിൽ പങ്കെടുത്തു. ഒരുമിച്ച് അവിടെ തീരുമാനിച്ചത് ഈ ഇന്ത്യയുടെ ലക്ഷ്യം അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനും കേരളത്തിന്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യയെ 140 സീറ്റിൽ മത്സരിക്കും, ജയിക്കാൻ മത്സരിക്കും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു നല്ല റിസൾട്ട് ഇന്ത്യക്ക് കിട്ടും എന്ന പ്രതീക്ഷയും എന്നൊരു ദൗത്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതൊന്നും. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ ഇലക്ഷൻ വികസനം, വിശ്വാസ സംരക്ഷണം, കേരളത്തിന്റെ ഭാവിയുടെ രാഷ്ട്രീയത്തിൽ സുരക്ഷ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. വികസനം വിവാദമല്ല, വികസനം തൊഴിലില്ലായ്മയല്ല, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന പൊട്ടന്മാരാക്കുന്ന രാഷ്ട്രീയമല്ല, നാടിന്റെ ഒരു നല്ല ഭാവി, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം സിദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട്, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദിജിയുടെ പിന്തുണ, അതിനൊപ്പം എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ഷന് ഇനി 45 ദിവസമോ 50 ദിവസമോ 55 ദിവസമോ ഉള്ളൂ. ആദ്യത്തെ മുന്നണിയാണ് ഇന്ത്യയെ ഒരു ഇലക്ഷൻ ഓഫീസ് തുറന്ന് പ്രഖ്യാപിക്കുന്ന ഉദ്ഘാടനം ചെയ്തത്. ഇതുവരെ UDF-ഉം ചെയ്തിട്ടില്ല, LDF-ഉം ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഇലക്ഷനെ കാണുന്നത് ഒരു ഗൗരവമായ, ഞാൻ പറഞ്ഞ പോലെ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നത്. ഇതുവരെ BJP NDA മുദ്രാവാക്യം എന്തായിരുന്നു? മാറാത്തത് ഇനി മാറും. ആ മുദ്രാവാക്യം തന്നെ മുമ്പോട്ട് വെച്ച് കേരളം ഇനി വളരും എന്ന ഒരു ലക്ഷ്യം മുമ്പോട്ട് വെച്ച് ഞങ്ങൾ ഈ മത്സരത്തിൽ ഇറങ്ങും. ഞാൻ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് BJP NDA ഇവര് ജയിക്കില്ല, ഇവര് ഒരു ഫാക്ടറല്ല ഈ ഇലക്ഷനിൽ, അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ജനങ്ങൾക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. BJP NDA ഒറ്റ മുന്നണിയാണ്, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു മുന്നണി, പിന്നെ ജമാഅത്തും SDPI പോലെ അപകട രാഷ്ട്രീയത്തിന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മുന്നണി, ഒറ്റ മുന്നണിയാണ് BJP. ഈ 3 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ച് അടുത്ത 55 ദിവസം എല്ലാ വീട്ടിലും കയറി 140 അസംബ്ലി സെഗ്മെന്റിൽ മത്സരിച്ച് ഈ നാട്ടിൽ ഞങ്ങൾ മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങളുടെ സങ്കല്പമാണ്. അത് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും, ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ NDA പാർട്ട്നേഴ്സിനും നന്ദി പറയുന്നു. ഇവിടുന്ന് തുടങ്ങട്ടെ മാറ്റത്തിന്റെ ഈ ഒരു ജർണി. താങ്ക് യു, നമസ്കാരം, ജയ് ഹിന്ദ്.